ഒരു ചോദ്യം ചോദിച്ചോട്ട് തുടങ്ങട്ടെ. സ്കൂളിൽ ഏറ്റവും കൂടുതൽ കാത്തിരുന്നിട്ടുള്ളത് ഏത് ബെല്ലിനായിരുന്നു? ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ ക്ലോക്കിലേക്ക് നോക്കിയിരുന്നതും ഒടുവിൽ ലഞ്ച് ബെല്ലടിക്കുമ്പോൾ കിട്ടിയ ആ സന്തോഷവും ഒക്കെ. പക്ഷേ ലഞ്ച് ബ്രേക്കിൽ നടന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടോ? എന്നാൽ ഈ വീഡിയോ അവസാനം വരെ കണ്ടിട്ടുണ്ടെങ്കിൽ അവസാനം പറയുന്ന ഓർമ്മകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂൾ ജീവിതം തീർച്ചയായും ഓർമ്മ വരും. ഹായ് എവരിവൺ, എല്ലാവർക്കും ബ്ലൂമിംഗ് സ്റ്റോറീസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വിൻഡോ സീറ്റിനെ പറ്റിയിട്ട്, സ്കൂൾ ബസ്സിലുള്ള വിൻഡോ സീറ്റില്ലേ, അതിനെ പറ്റിയിട്ടായിരുന്നു പറഞ്ഞത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സ്കൂളിലെ ആ ലഞ്ച് ബ്രേക്കിലേക്കാണ്. ഓക്കെ, ഭക്ഷണം കഴിക്കാൻ മാത്രമല്ല, ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഓർമ്മകൾ സൃഷ്ടിച്ച സമയങ്ങളാണ് ലഞ്ച് ബ്രേക്കൊക്കെ. ബെല്ലടിക്കുമ്പോൾ തന്നെ എല്ലാവരും ഒരുമിച്ച് ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് ഓടും. പക്ഷേ ചിലർ ആദ്യം ബെഞ്ചിൽ തന്നെ ഇരുന്ന് ലഞ്ച് ബോക്സ് തുറക്കും. കാരണം വീട്ടിൽ നിന്ന് അമ്മ ഉണ്ടാക്കി തന്ന ഭക്ഷണത്തിൻ്റെ മണം ആദ്യം വരുന്നത് അവർക്കായിരുന്നു. ആ സമയത്ത് ആരും ഫോൺ നോക്കിയിരുന്നില്ല, ആരും തിരക്കിലായിരുന്നില്ല. ലഞ്ച് ബ്രേക്കിൻ്റെ ബെല്ലടിച്ചാൽ തന്നെ ആ 10-15 മിനിറ്റ് നമ്മുടെ ലോകം മുഴുവൻ സ്കൂളും കൂട്ടുകാരുമായിരുന്നു അല്ലേ. പിന്നെ തുടങ്ങും, ഒരു ഉരുളക്കിഴങ്ങ് തരാമോ, ഒരു ചപ്പാത്തി തരാമോ, ഒരു മുട്ടയുടെ പകുതി. സ്വന്തം ലഞ്ച് ബോക്സിനേക്കാൾ കൂട്ടുകാരൻ്റെ ലഞ്ച് ബോക്സിലേക്കായിരുന്നു കൂടുതൽ താല്പര്യം. വീട്ടിൽ ദിവസവും കിട്ടുന്ന ഭക്ഷണം അത്ര രസമല്ലെന്ന് തോന്നും, പക്ഷേ കൂട്ടുകാരൻ്റെ ലഞ്ച് ബോക്സ് തുറക്കുമ്പോൾ അതാണ് ലോകത്തെ ഏറ്റവും രുചിയുള്ള ഭക്ഷണം എന്ന് തോന്നിയിരുന്നില്ലേ? അന്ന് ഷെയറിങ് എന്ന വാക്ക് പഠിപ്പിക്കേണ്ട ആവശ്യമില്ലായിരുന്നു, നമ്മൾ അത് ജീവിച്ചു കാണിക്കുകയായിരുന്നു അല്ലേ. ചില ദിവസങ്ങളിൽ ലഞ്ച് കൊണ്ടുവരാൻ ആരെങ്കിലുമൊക്കെ മറക്കും. നമ്മളെല്ലാവരും ചേർന്ന് ഭക്ഷണം അവർക്ക് ഷെയർ ചെയ്യും. ആ സമയത്ത് മൈൻ അല്ലെങ്കിൽ എൻ്റേത് എന്ന വാക്കിനൊരു പ്രസക്തിയില്ലായിരുന്നു. അവർ ലഞ്ച് എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആരും വിശന്നിരിക്കരുത് എന്നൊരു ചിന്ത മാത്രം. ഇന്ന് ആലോചിക്കുമ്പോൾ അത്ര ചെറിയ പ്രായത്തിൽ തന്നെ സൗഹൃദത്തിൻ്റെ യഥാർത്ഥ അർത്ഥം നമ്മൾ മനസ്സിലാക്കിയിരുന്നു. പിന്നെ ഭക്ഷണം വേഗം കഴിക്കണം, കാരണം കളിക്കാൻ സമയം വേണം. 5 മിനിറ്റിൽ ലഞ്ച് തീർത്ത് ഗ്രൗണ്ടിലേക്ക് ഓടിയവരുണ്ടോ? ചിലപ്പോൾ അമ്മ പറഞ്ഞിരിക്കും ഭക്ഷണം പതുക്കെ കഴിക്കണമെന്ന്. പക്ഷേ സ്കൂളിൽ അതിന് സമയം എവിടെയായിരുന്നു? മനസ്സിൽ ഒരേ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേഗം കഴിച്ചിട്ട് കളിക്കാൻ പോകണം. പെൺകുട്ടികൾക്ക് പലപ്പോഴും സ്കിപ്പിംഗ്, അതേപോലെ അല്ലെങ്കിൽ ചെറിയ കൂട്ടം ചേർന്നിട്ടുള്ള, നമ്മൾ തൊട്ടാക്കാന്നൊക്കെ പറയും കേട്ടോ, അപ്പോൾ അതേപോലെയുള്ള കളികളോടായിരിക്കും താല്പര്യം. പക്ഷേ ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ പെട്ടെന്ന് കഴിച്ചിട്ട് ഫുട്ബോൾ അങ്ങനെയൊക്കെയുള്ള കളികളിലേക്കായിരുന്നു ഏർപ്പെട്ടിരുന്നത്. ലഞ്ച് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തേക്കാൾ കളിയായിരുന്നു. ആ കളികളിൽ ജയിച്ചോ തോറ്റോ എന്നത് ഇന്ന് ഓർമ്മയില്ല, പക്ഷേ ആ ചിരികളും ഓട്ടവും സന്തോഷവും ഇന്നും മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്നു. കളിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അപ്രതീക്ഷിതമായി ബെല്ലടിക്കുന്ന ശബ്ദം കേൾക്കുന്നത്. അയ്യോ, ഇത്ര പെട്ടെന്ന് തീർന്നോ? ആ നിരാശ ഇന്ന് ഓർമ്മയില്ലേ? പിന്നെ എല്ലാവരും പൊടിയും മണ്ണും തട്ടിക്കളഞ്ഞ് വിയർപ്പ് തുടച്ച് ഓടി ക്ലാസ്സിലേക്ക് എത്തിയിരിക്കും. അടുത്ത ബെല്ല് എപ്പോഴാണ് അടിക്കുക എന്ന് വീണ്ടും കാത്തിരിക്കാനായി. ഇന്ന് നമ്മളൊക്കെ വളർന്നു, ലഞ്ച് ബോക്സുകൾ മാറി, സ്കൂളും മാറി. പക്ഷേ ആ ലഞ്ച് ബ്രേക്കിലെ ചിരികളും കൂട്ടുകാരും പങ്കിട്ട ഭക്ഷണവും ഇന്നും മനസ്സിൻ്റെ ഏതോ കോണിൽ അതേപോലെയുണ്ട്. ഈ ഓർമ്മകളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളും അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങളുടെ ലഞ്ച് ബ്രേക്ക് ഓർമ്മകൾ എഴുതണേ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ബ്ലൂമിംഗ് സ്റ്റോറി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ നമ്മൾ പോകുന്നത് PT പീരീഡിലേക്കാണ്. PT സാർ വന്നപ്പോൾ ഉണ്ടായിരുന്ന സന്തോഷം, ഗ്രൗണ്ടിലേക്ക് ഓടിയ നിമിഷങ്ങൾ, ഫ്രീ പീരീഡ് ആണോ PT ആണോ എന്ന് കാത്തിരുന്ന ആ ദിവസങ്ങൾ, അതൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. അത് മിസ് ചെയ്യരുതേ. അത് മിസ്സാവാതിരിക്കാൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കോ കേട്ടോ. നന്ദി.